തിങ്കളാഴ്ച 12:30 ബാബുവും സുഹൃത്തുക്കളും എനിക്ക് പുറകിൽ കാണുന്ന കുറുമ്പാച്ചി മലയിലേക്ക് കയറാൻ തുടങ്ങിയത്. സുഹൃത്തുക്കൾ പാതി വഴിയിൽ മലകയറ്റം ഉപേക്ഷിച്ചെങ്കിലും ബാബു മലകയറ്റം തുടരുകയായിരുന്നു. എന്നാൽ 1:30 സുഹൃത്തുക്കൾക്ക് ബാബുവിൻ്റെ വിളിയെത്തി, താൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്നുമാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ചരിത്രമായ നിമിഷങ്ങളുടെ തുടക്കം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 ബാബു അപകടത്തിൽപ്പെട്ടത് മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:18 ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതുവരെയുള്ള സമയം ഒരു നാടിൻ്റെയാകെ ചങ്കിടിച്ച നിമിഷങ്ങളാണ്. ഒരു ജീവൻ രക്ഷിക്കാനായി സർക്കാർ സംവിധാനങ്ങളാകെയും നാടാകെയും കൈകോർത്ത നിമിഷം. തിങ്കളാഴ്ച അപകടത്തിൽപ്പെട്ട ബാബുവിനെ രക്ഷിക്കാൻ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും വനം വകുപ്പും ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. നേരം ഇരുട്ടിയതോടെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു. തുടർന്ന് ചൊവ്വാഴ്ച രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും പോലീസും വനം വകുപ്പും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും ശ്രമം തുടങ്ങി. ഒരു 6:30 മണിയോടുകൂടെ ഞങ്ങൾ ഇവിടുന്ന് കയറി. രാത്രി ഞങ്ങളുടെ സഞ്ചാരം വളരെ പ്രയാസകരമായിരിക്കും എന്നുള്ളത് ഫോറസ്റ്റ് ഓഫീസർമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, വന്യമൃഗങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ യാത്ര തിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ രാവിലെ യാത്ര തിരിച്ചത്. ഹെലികോപ്റ്റർ ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് ശേഷം എത്തുമെന്നുള്ളത് IAG കോർഡിനേറ്റർ നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു. ഹെലികോപ്റ്റർ എത്തുമെന്നുള്ളത് എറണാകുളത്ത് നിന്നും അവരുടെ ഓഫീസിൽ നിന്നും ഞങ്ങൾക്ക് നേരിട്ട് വിളിച്ചിരുന്നു. അവർക്ക് ഏകദേശം ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുകളിൽ ഒരു ഭാഗത്ത് സ്റ്റേ ചെയ്തിരുന്നത്. ഹെലികോപ്റ്റർ വന്നു, പക്ഷേ അവർക്ക് കാറ്റ് കാരണം അവിടെ ആ ഭാഗത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജില്ലാ കലക്ടറുടെ അഭ്യർത്ഥന പ്രകാരം കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ 3 മണിയോടെ എത്തി. പക്ഷേ ശക്തമായ കാറ്റ് മൂലം ഹെലികോപ്റ്റർ മടങ്ങിയത് എല്ലാവരെയും നിരാശരാക്കി. ചൊവ്വാഴ്ച രാവിലെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ വന്ന് മടങ്ങിയത് എല്ലാവരെയും നിരാശപ്പെടുത്തി. എന്നാൽ രാത്രി കരസേനയുടെ വിദഗ്ധ സംഘം എത്തിയതോടുകൂടി ചിത്രമാകെ മാറിമറിയുന്ന കാഴ്ചയാണ് ഈ രാത്രിയും പിന്നീട് ഇന്ന് രാവിലെയും നമ്മൾ കണ്ടത്. ബാബു എത്തി, പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട.
രാത്രി 10:45 ഊട്ടി വെല്ലിംഗ്ടണിൽ നിന്നും ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ് സംഘവും വാളയാറിലെത്തിയത്. 11:30 മലമ്പുഴ ചേറോടെത്തി. രാത്രി തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങി. നേരം വെളുത്തതോടെ കരസേനാ സംഘം ബാബുവിനെ രക്ഷപ്പെടുത്താൻ വടം കെട്ടിയിറങ്ങാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 9:12 ബാബു കുടുങ്ങിക്കിടന്ന പാറയിടുക്കിലേക്ക് വടം കെട്ടിയിറങ്ങി വെള്ളവും എനർജി സപ്ലിമെന്റ്സും നൽകി. ഒൻപത് 28 കയർ കെട്ടി മുകളിലേക്ക് സൈനികനായ ബാല എന്ന് വിളിക്കുന്ന ബാലകൃഷ്ണൻ ബാബുവിനെ നെഞ്ചിൽ ചേർത്തുപിടിച്ച് പിന്നെ മുകളിലേക്ക്. കുറച്ചു കഴിഞ്ഞതോടെ NDRF കൺട്രോൾ റൂമിലേക്ക് മെസ്സേജ് എത്തി. ബാബുവുമായി മുകളിലേക്കുള്ള ദൂരം കാൽഭാഗം പിന്നിട്ടു. പത്തരയോടെ ബാബുവിനെ മലമുകളിലെത്തിച്ചു. പിന്നെ പ്രാഥമിക ചികിത്സ. പിന്നാലെ സൈന്യത്തിന് നന്ദി അറിയിച്ച ബാബു. ഇന്ത്യൻ ആർമി, MRC, ഇന്ത്യൻ ആർമി ബാലയാണ് പൊക്കിക്കൊണ്ടുവന്നത്. ദീപക് ऊपर में लेके आया चलो ഒന്നുകൂടി चलो इंडियन आर्मी की जय, भारत माता की जय. അതീവ ദുഷ്കരമായിട്ടും ആ പാറയിടുക്കിൽ മനസാന്നിധ്യം കൈവിടാതെ ബാബു നിന്നതും അതോടൊപ്പം തന്നെ മനക്കരുത്തോടെ ബാബുവിൻ്റെ ആ ഉമ്മ നിന്നതും എല്ലാം ഈ ചരിത്ര നിമിഷങ്ങളിലെ മറക്കാനാവാത്ത ഏടുകളാണ്. വഹിച്ചുള്ള ഹെലികോപ്റ്റർ ബെമലിലെ ഹെലിപ്പാഡിൽ പറന്നിറങ്ങിയത് 15 മിനിറ്റ് കൊണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് ബാബുവിനെ കൊണ്ടുവന്നു. നേരെ തീവ്രപരിചരണ വിഭാഗത്തിലേക്കാണ് ബാബുവിനെ പ്രവേശിപ്പിച്ചത്. 24 മണിക്കൂർ കർശന നിരീക്ഷണം. രക്തസമ്മർദ്ദം കുറവാണ്. 45 മണിക്കൂറിലേറെ സമയം ഭക്ഷണമോ വെള്ളമോ കൂടാതെ ഇരുന്നതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളേറെ. നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ട്. വരുന്ന വഴിക്ക് അദ്ദേഹം ഛർദ്ദിച്ചുവെങ്കിലും അത് ആരോഗ്യപരിനിലയിൽ കാര്യമായ പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യമല്ലെന്ന് DMO വിശദീകരിച്ചു. ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പം ആസ് സച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, കോൺഷ്യസ് ആണ്. പിന്നെ ആ കുറേ നേരം അവിടെ നിന്നതിൻ്റെ ആ ഒരു ഹീറ്റ് സ്ട്രോക്കും ഒരു ഡീഹൈഡ്രേഷൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് നേരത്തെ ഛർദ്ദിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ 2 ദിവസം ഭക്ഷണം കഴിക്കാത്തൊരു ഛർദ്ദിയാണോ, ബാക്കി ECGയും ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ നോർമലാണ്. ഇനി അങ്ങോട്ട് വരുമ്പം എന്തെങ്കിലും ആവശ്യങ്ങൾ കൂടുതൽ ടെസ്റ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒന്ന് സ്റ്റേബിൾ ആക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വെച്ചാൽ പെട്ടെന്ന് എല്ലാവരും കൂടെ കാണുമ്പോൾ ഒരു ടെൻഷനും ഒക്കെ മനസ്സിലുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇപ്പോൾ എല്ലാ സ്പെഷ്യാലിറ്റിക്കാരും ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ എല്ലാവരും കൂടെ നോക്കിയിട്ട് തീരുമാനിച്ചിട്ടാണ് ചെയ്യാം. ഇപ്പോഴത്തെ ഇത് പ്രകാരം നമുക്കിവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം അങ്ങനെ ഇല്ല. നമുക്കിനി നോക്കിയതിന് ശേഷം വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ. സേനയുടെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ നാട്ടുകാരുടെ സഹകരണം കൂടി. ബാബു അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ അവനെ കണ്ടെത്തും വരെ ഈ നാട്ടുകാർ
കണ്ണിൽ എണ്ണ ഒഴിച്ചു മാത്രമല്ല കൈമൈ മറന്ന് പ്രവർത്തിക്കുക. റിസ്ക് എലമെന്റ് നമ്മൾ കൂടുതൽ ആൾക്കാരെ വിടുന്നതിനകത്തുള്ള റിസ്ക്കും ഉണ്ട്, കാരണം ടെറൈൻ അങ്ങനെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട്. പക്ഷേ ലക്കിലി നമുക്ക് കിട്ടിയതെല്ലാം വളരെ കോപ്പറേറ്റിംഗ് ആയിട്ടുള്ള മറ്റ് ഫോഴ്സസ് ആണ്. അവരുമായിട്ടുള്ള അവരുടെ ഹെഡ്സ് എല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഞാൻ മാഡം ഒരുപാട് നമ്മുടെ റിക്വസ്റ്റുകൾ മൾട്ടിപ്ലിസിറ്റി ആകുമ്പോൾ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. ലക്കിലി അതെല്ലാം ഒത്തു വന്നതുകൊണ്ട് ഈ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയും സക്സസ്ഫുൾ ആണെന്ന് പറയണമെങ്കിൽ ആ പയ്യന്റെ നില പൂർണ്ണമാവുകയും മുകളിലുള്ള ബാക്കി റെസ്ക്യൂ ടീംസ് എല്ലാം സേഫായിട്ട് തിരിച്ചെത്തും. ഇപ്പോൾ അവരുടെ കണ്ടീഷൻ സ്റ്റേബിൾ ആണ്. എല്ലാ മെഡിക്കൽ ഹെൽത്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. സൈക്കാട്രിസ്റ്റ് ഉൾപ്പെടുത്ത എല്ലാ സ്പെഷ്യാലിസ്റ്റ് അവിടെ ഉണ്ട്, DMO ഉണ്ട്. സോ ഇസ് കണ്ടീഷൻ ആസ് ഓഫ് നൗ ഇറ്റ് സ്റ്റേബിൾ. കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുന്നുണ്ട്, അണ്ടർ ഒബ്സർവേഷൻ ആണ്. എന്തെങ്കിലും ആവശ്യകത ഉണ്ടെങ്കിൽ ഇഫ് ദർ ഇസ് സംതിങ് വിച്ച് വി കനോട്ട് സോൾവ് അറ്റ് അവർ ലെവൽ, വി ഹാവ് ടൈഡ് അപ്പ് വിത്ത് ദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആസ് വെൽ. ഇന്ന് ബേസിക് പരിശോധനകളെല്ലാം നടക്കുന്നുണ്ട്. ECGയും എടുത്തിട്ടുണ്ട്. അതേപോലെ അവരുടെ BPയും പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഡോക്ടേഴ്സ് നോക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ അവരെ സ്റ്റേബിൾ ആണ്. ഹി ഈസ് റെസ്പോണ്ടിങ് ടു ദ ട്രീറ്റ്മെൻറ്റ്. അതേപോലെ ഇപ്പോൾ 2 ദിവസം അവർ വിതൗട്ട് ഫുഡ് വിതൗട്ട് വാട്ടർ ഉണ്ടായിരുന്നു, ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് താഴെ വരുമ്പോഴേക്ക് കുറച്ച് ലോ BPയും പിന്നെ അതേപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടായിരുന്നു. സംസാരിക്കുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ ഹി ഈസ് അബ്സല്യൂട്ട്ലി സ്റ്റേബിൾ. അവിടെ ഒന്നാകെ ഈ റെസ്ക്യൂവിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു ഔദ്യോഗിക സംവിധാനത്തിൽ മാത്രം നിൽക്കാതെ നാടിന് ചെയ്യാൻ പറ്റുന്ന കൂടി ചെയ്യുക എന്നുള്ളതാണ്. എന്ത് തോന്നുന്നു? അല്ല, നാട്ടുകാരുടെ ഫുൾ കോപ്പറേഷൻ ഉണ്ടായി. ഓരോ ഫോഴ്സും അവിടെ എത്തുന്നതിന്റെ പിന്നിൽ അവരവിടെ എത്തിക്കുന്നതിന് മുന്നിൽ നാട്ടിലെ ആളുകൾ ഇപ്പോഴും ആ പയ്യനെയും അവിടുത്തെ ഒരു ലെഫ്റ്റനന്റ് കേണലിനെ അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്തതിന്റെ ശേഷവും ബാക്കിയുള്ള ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഇപ്പോഴും നാട്ടുകാരുടെ സഹായത്തോടെ നമ്മുടെ ലോക്കൽ ഫോഴ്സസ് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് യെറ്റ് ഓവർ. അവരൊക്കെ ഒരു വെള്ളം പോലും ഇല്ലാത്ത തരത്തിൽ പോലും അവരെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരെ മാക്സിമം അവർ കൊടുത്തു. എന്നിട്ട് ഇനിയിപ്പോൾ അവരെ തിരികെ കൊണ്ടുവരാൻ അവർക്ക് വേണ്ടി എസെൻഷ്യൽസ് എത്തിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ എല്ലാവരുടെയും പിന്തുണ അനിവാര്യം തന്നെയായിരുന്നു. ഒരാൾക്കും ഒരു ഫോഴ്സിനും ഒരു ഗൈഡൻസ് ഇല്ലാണ്ട് അവിടെ എത്താൻ കഴിയില്ല. അത് നാട്ടുകാർ തന്നതാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഇന്ത്യൻ ആർമി എല്ലാ ഫോഴ്സിനും അറിയിക്കുന്നു, ജനത്തിനെ അറിയിക്കുന്നു. കൂടുതൽ റിസ്ക് എടുത്തിട്ടാണ് ആർമി നമ്മൾക്ക് സഹായങ്ങൾ ചെയ്തത്. അത് ഇന്ത്യൻ ആർമിക്ക്, ഇന്ത്യൻ ഭരണകൂടത്തിന് ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. അവങ്ങളുടെ കാപ്പാത്തുന്നത് ഞങ്ങളുടെ കടമ. ഓക്കേവാ, ടപ്പാ ഓക്കെ. ഞങ്ങളുടെ எக்ஸ்பீரியன்ஸ் அவர் ப்ராக்டிஸ் எல்லாம் கொஞ்சம் ஈஸியாக கட்டுது. இந்த மாதிரி ஆப்ரேஷன் ஃபர்ஸ்ட் டைமா? இல்லை, இதுக்கு முன்னே நிறைய பண்ணியிருக்கோம். இப்போ இங்கே எம்ஆர்சி வந்து இந்த பாலக்காட்டில் ஃபர்ஸ்ட் டைம். நைட் டைமில் போனதுனால கொஞ்சம் ப்ராப்ளம் ஆச்சு கிளைம் பண்ணும்போது. அதுக்கப்புறம் ஓகே, நைட்டு அதுக்கப்புறம் டிஃபிகல்ட்டான பிளேஸ் தான், உங்களுக்கே தெரியும் பார்க்கறது. മലമ്പുഴയിലെ കറുമ്പാച്ചി മലയിൽ നടന്നത്. രക്ഷാപ്രവർത്തനം പൂർത്തിയായി എല്ലാവരും പുഞ്ചിരിയോടെ മടങ്ങുമ്പോൾ രാജ്യത്തിന് അഭിമാനിക്കാം.